ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കോട്ട സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം. കോട്ട സാമ്പിളിംഗ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പോൾ കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് റിസർച്ചർ എൻഷുവേഴ്സ് ഈക്വൽ ഓർ പ്രൊപ്പോർഷണേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് സബ്ജക്ട്സ് ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ട്രൈറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബേസിസ് ഓഫ് ദ കോട്ട. റിസർച്ചർ എൻഷുർ ചെയ്യും ഈക്വൽ അല്ലെങ്കിൽ പ്രപ്പോർഷണേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സബ്ജക്ട്സിൻ്റെ ഈക്വൽ ആയിട്ടുള്ളതും പ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ളതായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ റിസർച്ചർ എൻഷുർ ചെയ്യും. മാത്രമല്ല അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ട്രൈറ്റ്, ഏത് ട്രൈറ്റാണ് നമ്മൾ റിസർച്ചിന് കൺസിഡർ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ഈക്വൽ അല്ലെങ്കിൽ പ്രപ്പോർഷണേറ്റ് സബ്ജക്ട്സിന് നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി എടുക്കും. ദ ബേസിസ് ഓഫ് ദ കോട്ട ആർ യൂഷ്വലി ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, റേസ്, റിലീജിയൻ ആൻഡ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. കോട്ടയുടെ ബേസിസ് എന്ന് പറയുന്നത് സാധാരണയായി ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, റേസ്, റിലീജിയൻ ആൻഡ് സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസ്. For example, if the basis of the quota is college level and the researcher needs equal representation. For example, നമ്മൾ കോളേജ് ലെവലാണ് കോട്ട എന്ന് കൺസിഡർ ചെയ്താൽ ഈക്വൽ റെപ്രസെൻറ്റേഷൻ വേണം. അതിനായി സാമ്പിൾ സൈസ് 100 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നിന്ന് 25, സെക്കൻഡ് ഇയറിൽ നിന്ന് 25, തേർഡ് ഇയർ 25, ഫോർത്ത് ഇയർ 25 സ്റ്റുഡൻസിനെ നമ്മൾ എടുക്കും. അപ്പോൾ ഈക്വൽ ചാൻസസ് എല്ലാ സ്റ്റുഡൻസിനും ഈക്വലായിട്ട് റെപ്രസെൻറ്റേഷൻ കിട്ടും. കോട്ടയായിട്ട് നമ്മൾ തിരിച്ച് ensure equal or proportional representation of the subjects. The quota sampling technique appear like stratified random sampling technique. Quota sampling technique stratified random sampling technique ആയിട്ട് റിലേറ്റഡ് ആണ്. However, in this sampling technique വിത്തൗട്ട് റാൻഡം പ്രോസസ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റിഫൈഡിൽ റാൻഡമൈസേഷൻ ആയിരുന്നു, ഇതിൽ നമ്മൾ റാൻഡം അല്ല. സ്റ്റെപ്സ് ആൻഡ് യൂസസ് ഓഫ് കോട്ട സാമ്പിളിംഗ്. സ്റ്റെപ്സ് ഫസ്റ്റ് നമ്മൾ ഡിവൈഡിങ് ദ പോപ്പുലേഷൻ ഇൻറ്റു എക്സ്ക്ലൂസീവ് സബ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ തരംതിരിക്കും. അതാണ് നോൺ പ്രോബബിലിറ്റി കോട്ട സാമ്പിളിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, thereafter the researcher should recognize the proportion of these subgroup in the population. പോപ്പുലേഷനിൽ ഈ സബ് ഗ്രൂപ്പ്സിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ദി സെയിം പ്രൊപ്പോർഷൻ വിൽ ബി എംപ്ലോയിഡ് ഇൻ ദ സാമ്പിളിംഗ് പ്രോസസ്. സാമ്പിളിംഗ് പ്രോസസ്സിലും ഈ സെയിം പ്രൊപ്പോർഷൻ നമ്മൾ എംപ്ലോയ് ചെയ്യും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനലി ദ റിസർച്ചർ ചൂസസ് സബ്ജക്ട്സ് ഫ്രം വേരിയസ് സബ് ഗ്രൂപ്പ്സ്. ഫൈനലി റിസർച്ചർ സബ് ഗ്രൂപ്പ്സിൽ നിന്ന് സബ്ജക്ട്സിനെ ചൂസ് ചെയ്യും. വെൻ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ പ്രൊപ്പോർഷൻ നോട്ടഡ് ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ്. പ്രീവിയസ് സ്റ്റെപ്പിൽ നോട്ട് ചെയ്ത പ്രൊപ്പോർഷൻ അനുസരിച്ച് റിസർച്ചർ പോപ്പുലേഷനിൽ നിന്ന് വേരിയസ് സബ് ഗ്രൂപ്പ്സിൽ നിന്ന് സബ്ജക്ട്സിനെ ചൂസ് ചെയ്യും. ഫോർത്ത് സ്റ്റെപ്പ്, ദ സാമ്പിൾ ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ എൻറ്റയർ പോപ്പുലേഷൻ ആൻഡ് ഈസ് എൻഷ്യൂർഡ് ബൈ ദ ഫൈനൽ സ്റ്റെപ്പ്. ഫൈനൽ സ്റ്റെപ്പിൽ സാമ്പിൾ ഈ പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണോ എന്ന് കൺഫേം ചെയ്യും. ഇറ്റ് ഓൾസോ പെർമിറ്റ് ദ റിസർച്ചർ ടു സ്റ്റഡി ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ട്രയറ്റ്സ് ദാറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ഈച്ച് സബ് ഗ്രൂപ്പ്. മാത്രമല്ല ഇങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇറ്റ് ഓൾസോ പെർമിറ്റ് ദ റിസർച്ചറിന് എന്ത് മനസ്സിലാവും? ടു സ്റ്റഡി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ട്രയറ്റ്സ് ദാറ്റ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. ഏത് സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രയറ്റാണ് നമ്മൾ റിസർച്ചിൽ പർട്ടിക്കുലറായിട്ട് സ്റ്റഡി ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടും. Last step, the main reason for choosing quota sample is that they permit the researcher to sample a subgroup that is of very large interest to the study. This type of sampling is the best technique to investigate a trait or a characteristics of a certain subgroup. അപ്പോൾ ഈ കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്ന ബെസ്റ്റ് ടെക്നിക്കാണ് നമുക്കൊരു ട്രയറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് സർട്ടൺ സബ് ഗ്രൂപ്പിൻ്റെ സ്റ്റഡി ചെയ്യണമെങ്കിൽ. Additionally, quota sampling also permits the researcher to continue relationship between the subgroups. Quota sampling റിസർച്ചറിന് സബ് ഗ്രൂപ്പ്സ് തമ്മിലുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്യാനും സഹായിക്കും. In some of the study, traits of a certain subgroups have been found to be interacting with other traits of any other subgroup. In such cases, it is also essential for the researcher to utilize this type of sampling techniques. നമുക്ക് മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിക്കലി ചീപ്പാണ്. ആസ് ദർ ഈസ് നോ നീഡ് ടു അപ്രോച്ച് ഓൾ ദ കാൻഡിഡേറ്റ്സ്. എല്ലാ കാൻഡിഡേറ്റ്സിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമില്ല. സ്യൂട്ടബിൾ ഫോർ സ്റ്റഡി വെയർ ദ ഫീൽഡ് വർക്ക് ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട് ലൈക്ക് സ്റ്റഡീസ് റിലേറ്റഡ് ടു മാർക്കറ്റ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ പോൾസ്. ദ മെയിൻ ഡീമെറിറ്റ്സ് ആർ ഓൾദോ ദിസ് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക് ഈസ് സീൻ ടു ബി ഹോളി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ, സ്റ്റിൽ ഇൻ സം കേസസ് ഇറ്റ് ഈസ് നോട്ട് സോ. ഇപ്പോൾ നമ്മൾ ഹോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പോപ്പുലേഷൻ ആയിട്ടാണ് സബ്ജക്റ്റിന് എടുക്കുന്നതെങ്കിലും എപ്പോഴും നമുക്കത് ശരിയായി കിട്ടണമെന്ന് ഇല്ല. Keeping in mind that only the
chosen trait of the population were taken into consideration while forming the subgroups. Other traits in the sample may overrepresented in the process of sampling, and the subgroups, the final sample may have skewed representation of race, age, educational attainment, marital status, and a lot more in a study that considers gender, socio-economic status and religion as the basis of the subgroups. Not possible to estimate errors നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഈ സ്റ്റഡിയിൽ. മാത്രമല്ല ബയാസ് ഈസ് പോസിബിൾ ആസ് ഇൻവെസ്റ്റിഗേറ്റർ ഇൻ്റർവ്യൂവർ ക്യാൻ സെലക്ട് പേഴ്സൺസ് നോൺ ടു ഹിം. റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ അറിയാമെന്നുള്ള സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇതിൽ നോൺ ടു ഹിം എടുത്തു കഴിഞ്ഞാൽ ബയാസ് പോസിബിൾ ആകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും കോട്ട സാമ്പിളിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.